സമ്പത്ത് ഇവിടെ പോരാട്ടം കെടുക്കുമ്പോൾ വലിയ വീറും വാശിയൊക്കെ ഉണ്ടാകും. സൈബർ ഇടങ്ങളിലെ പ്രചരണങ്ങൾ, ഗോഗാവളികളൊക്കെ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകര അങ്ങനെ കത്തുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ യൂത്ത് അലർട്ട്. ഇപ്പോൾ ഷാഫി പറമ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷം എന്ന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നേതാവ് അവിടെ ഒന്ന് പ്രസംഗിക്കുന്നു. അങ്ങനെ വടകര കത്തിച്ചു നിർത്താനുള്ള CPM തീരുമാനം എന്തിനാണ്, എന്തുകൊണ്ടാണ് ശ്രീ എ സമ്പത്ത്? ഹാഷ്മി നോക്കൂ, ഈ വിഷയത്തെ നമ്മുടെ UDFിലെ ചില ചങ്ങാതിമാർ, എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, അതങ്ങ് വല്ലാതെ അങ്ങ് ലഘൂകരിച്ച് അങ്ങനെ ഒന്നുമില്ല എന്ന് വരുത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. അച്ഛൻ പത്തായത്തിലും ഇല്ല എന്നൊക്കെ പറയുന്നത് പോലെ ഉണ്ടല്ലോ. നിഷ്കളങ്കനായ കുട്ടി വീട്ടിൻ്റെ ചുറ്റുവട്ടത്തും എല്ലാം ഇങ്ങനെ നടന്ന് വിളിച്ചു പറയുന്നത് പോലെ അച്ഛൻ പത്തായത്തിലും ഇല്ല, അച്ഛൻ പത്തായത്തിലും ഇല്ല, അച്ഛൻ പത്തായത്തിലും ഇല്ല എന്ന് അത്തരത്തിൽ ചില കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ചും വളരെ പ്രായമില്ലാത്ത ചില കോൺഗ്രസ് നേതാക്കളെല്ലാം വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ഹാഷ്മിക്ക് ഓർമ്മയുണ്ടല്ലോ 2002-ലും 2003-ലും മാറാട് കൂട്ടക്കൊലകൾ നടന്നത്. ഒന്നാം മാറാട് കൂട്ടക്കൊല, രണ്ടാം മാറാട് കൂട്ടക്കൊല, മാറാട് കലാപം എന്നൊക്കെയാണ് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞതെങ്കിലും അതുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങൾ അവരനുഭവിക്കേണ്ടി വന്ന നഷ്ടം, യാതന, വേദന അതെല്ലാം നമ്മൾ മറന്നു പോകരുത്. കോഴിക്കോട് ജില്ലയിലാണ്. ഈ ഉണക്കാൻ കഴിയാത്ത മുറിവുകൾ സൃഷ്ടിക്കുന്ന നിലയിലേക്ക്, അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ കുടിവെള്ളത്തിൻ്റെ പേരിൽ തുടങ്ങിയത് നമ്മൾ ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ മുസ്ലിം ബാനി മാറാട് പോലുള്ള അത്ര ഗുരുതരമായ മാനങ്ങളിലേക്ക് അങ്ങ് വടകര പറയുമ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ് രാവിലെ നിൽക്കേണ്ടി വരുന്നത്? മാറാട് പോലെ അങ്ങനെ ഗുരുതരമായ മാനങ്ങളെ കുറിച്ച് പഴയ തലശ്ശേരിയുടെയും നാദാപുരത്തിന്റെയും എന്താണ് വേദനിക്കുന്ന ഓർമ്മകൾ പേറുന്ന, അത് മറന്നു തുടങ്ങി വീണ്ടും സൗഹൃദത്തിൽ കഴിയുന്ന ഒരു ജനതയോട് മാറാട് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് സാർ? അതിനും വേണ്ടി എന്തുണ്ടായിന്നാണ്? അത്ര വലിയ മാനത്തിൽ അവിടെ എന്തുണ്ടായി? അതിലേക്ക് വരികയാണ് ഹാഷ്മി, ഞാൻ അതിലേക്ക് വരികയാണ്. എന്നെ ഒന്ന് പറഞ്ഞ് മുഴുമിപ്പിക്കാൻ അനുവദിച്ചാൽ മതി. പൊതു ടാപ്പിൽ നിന്ന് കുടിവെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം എവിടേക്ക് എത്തി എന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടത്. ഇവിടെ ഹാഷ്മി ഉന്നയിച്ച വിഷയം, ഇത് ഞാൻ പറയാനിടയായ കാരണം എന്താണെന്നറിയോ? ഈ വടകരയിൽ ആര് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിന്ദ്യമായ ജുഗുപ്സാവഹമായ നുണപ്രചരണങ്ങളും അത് നമ്മുടേതായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ പലതുമെല്ലാം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ വന്നത്. ആര് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷമാണ്? അവിടെ നിന്ന് ശ്രീ കെ മുരളീധരൻ മറ്റൊരു മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പോയതിന് ശേഷമോ? അതുകൊണ്ട് തുടങ്ങിയതല്ല. അതല്ല സഖാവ് ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടുമല്ല. ഇനി NDAയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നതുകൊണ്ടുമല്ല. അത് ആരംഭിച്ചത് കോൺഗ്രസ്സുകാർ. ഇപ്പൊ താങ്കൾ പറയുന്ന തെരഞ്ഞെടുപ്പ് മുഖത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലും സൈബറിടങ്ങളിലെ പോരാട്ടവും ഇത് വടകരയിൽ മാത്രം കാഴ്ചയല്ല, അതെല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവുന്ന കാഴ്ച. പ്രത്യേകിച്ച് കേരളം പോലെ പൊളിറ്റിക്കലി അങ്ങനെ ചാർജായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പുതിയ കാര്യമല്ലാന്നേ. ശ്രീ എ സമ്പത്ത് അവിടെ വടകരയിൽ ഉണ്ടായ രാഷ്ട്രീയ പോരാട്ടം അതിന്റെ ഉള്ളടക്കം വർഗീയം മാത്രമാണ് എന്ന് പറയാൻ CPM ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുണ്ടാക്കുന്ന മാരക പ്രത്യാഘാതങ്ങളെ കുറിച്ച് CPMന് ബോധ്യമുണ്ടോ സമ്പത്ത്? ആഷ്മിയെ പോലെ ഞാൻ വളരെ ഫാസ്റ്റ് അല്ല. കാരണം കുറച്ച് പ്രായം ആഷ്മിയേക്കാൾ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ അത്ര തീവ്രതയിൽ വല്ലാത്ത വേഗത്തിൽ ഞാൻ ഓടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് പറഞ്ഞ് മുഴുമിപ്പിച്ചോട്ടെ. എൻ്റെ സമയം അത് കൂടുതലായിപ്പോയെങ്കിൽ ഇടപെട്ടത് പരിഹരിച്ചോളൂ, കുഴപ്പമില്ല. ഞങ്ങൾ ഈ വിഷയത്തെ വലിയ ഗൗരവമായി തന്നെ കാണുകയാണ്. ശൈലജ ടീച്ചർക്കെതിരായി KK ശൈലജ എന്നൊരു സ്ഥാനാർത്ഥിക്കെതിരായി അവിടെ നടത്തിയതായിട്ടുള്ള ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലും ഇത്തരത്തിലുള്ള നിന്ദ്യമായ, അത് ക്രിമിനൽ കുറ്റം കൂടിയാണ്. സൈബർ ലോ അനുസരിച്ച് അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അത് ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ UDFകാർ ചോദിക്കും, പരാതി എവിടെ, ആരെയെല്ലാം എന്തെല്ലാം ചെയ്തു, അറസ്റ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമല്ലോ. 8 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടല്ലേ? ഹാഷ്മിയുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാവുമല്ലോ, രാജുവിന്റെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാവുമല്ലോ, ശ്രീ സന്ദീപ് വാര്യരുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാവുമല്ലോ. ഈ കാര്യത്തെ സംബന്ധിച്ച് അവർക്കെതിരെ മാത്രമല്ല സംസ്ഥാന സമിതി അംഗത്തിനെതിരെ അടക്കം ഉണ്ടായിട്ടുണ്ടോ സാർ? ഈ സമ്പത്ത് കേസുകൾ എന്ന് പറഞ്ഞ ഏകപക്ഷീയമല്ല. ഇതേ പറയുന്ന ഈ പറഞ്ഞ മതധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു വന്ന വകുപ്പിൽ DYFI മുൻ സംസ്ഥാന സമിതി അംഗത്തിനെതിരെ വരെ കേസുണ്ട്. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം വടകരയിൽ നടന്ന പോരാട്ടം അത് വർഗീയ ഉള്ളടക്കം മാത്രമാണ്. ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങളിലൊന്നും ഇങ്ങനെയാണ്: വടകരയിൽ ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും കാരണം കൊണ്ട് ആ ചിത്രം മറ്റൊന്നായാൽ എത്ര സാമൂഹ്യ ബോധത്താൽ ഉയർന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനെയും തോൽപ്പിക്കാൻ കേവലം ചില മതചിഹ്നങ്ങൾ മാത്രം മതി എന്നീ നാടുകൂടി അവമാനത്തോടെ പറഞ്ഞു വെക്കും. സാർ, നിങ്ങളുടെ സൈബർ മേഖല പറഞ്ഞു വെക്കുന്നത് എന്താണ്? അവിടെ എന്താണ്? അവിടെ ശൈലജ ടീച്ചർ ജയിച്ചാൽ നല്ല വിജയം, ഷാഫി പറമ്പിൽ ജയിച്ചാൽ അത് വർഗീയ വിജയം. ശ്രീ എ സമ്പത്ത് പരിണിതപ്രജ്ഞനായ എന്നേക്കാൾ ഒരുപാട് ഓണങ്ങൾ കൂടെയുണ്ട്, ഒരുപാട് രാഷ്ട്രീയം കണ്ടു വളർന്ന
അങ്ങേക്ക് ഒരു ഉൾക്കിടൽ ഉണ്ടാകുന്നു ഇല്ലേ ഈ നറേറ്റീവ് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം? ശ്രീ എ സമ്പത്ത്, എന്തൊരു കൊടിയ വിഷയത്തിന്റെ നറേറ്റീവാണത്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നത് നമുക്കെല്ലാവർക്കും നല്ലത്. ഞാൻ രാഷ്ട്രീയം കളിച്ചു വളർന്നവനല്ല, രാഷ്ട്രീയം പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. താങ്കൾ ഉൾപ്പെടെയുള്ളവർ ജനിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയം പ്രവർത്തിച്ചു തുടങ്ങിയവനാണ്, രാഷ്ട്രീയം കളിച്ച ആളല്ല. വാക്കുകൾ വായിൽ നിന്ന് വെളിയിൽ വന്നാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. മാറ്റിയത് നല്ലത്. ഞാൻ അപ്പൊ തന്നെ മാറ്റി. അത് താങ്കൾ പറയുന്നതിനേക്കാൾ രാഷ്ട്രീയം കളിക്കുക എന്ന പ്രയോഗം നല്ല പ്രയോഗം ബോധ്യമുള്ള ആളാണ് ഞാൻ. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് സാർ. ഇവിടെ രാഷ്ട്രീയ എൻ്റെ ആഷ്മി ഞാൻ തുടങ്ങിയതിന് ശേഷം ആഷ്മി ഏതാണ്ട് 30 തവണ ഇടപെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലേ? ഇങ്ങനെ ഇടപെട്ടാൽ പിന്നെ എങ്ങനെ ഞാൻ പറയും? എൻ്റെ ഒരു ചിത്രം മാത്രം കാണിച്ചിട്ട് ആഷ്മി തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ ഇത്തരം കാര്യങ്ങൾ. ശൈലജ ടീച്ചർക്കെതിരായി ക്രൂരവും നിന്ദ്യവുമായ സൈബർ ആക്രമണം നടത്തി. ആ നടത്തിയെന്നുള്ളത് UDFിൻ്റെ അറിവും സമ്മതത്തോടും കൂടിയാണ്. UDFിൻ്റെ സ്ഥാനാർത്ഥി ഇക്കാര്യത്തെ തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോഴും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കൂത്തുപറമ്പുകാരനായിട്ടുള്ള ബഷീർ എന്ന ഒരു UDF നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 8 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ 3 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇക്കാര്യത്തെ സംബന്ധിച്ചത് പറയുമ്പോൾ അവിടെ UDFിൽ തന്നെ കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് ഈ കാര്യത്തെ എല്ലാവരും കൈകാര്യം ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ ഒരു വിഭാഗം ആളുകൾ ഇക്കാര്യത്തിൽ ഒരു സ്ത്രീയാണ് അപ്പുറത്ത് സ്ഥാനാർത്ഥി എന്നുള്ളതോ, ആ ഒരു വനിത അത്തരത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഒരു വനിതയെ സംബന്ധിച്ച് ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വിമൻ എന്നൊക്കെ പറയുന്നതും അത്തരം കാര്യങ്ങളൊക്കെ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ നമ്മൾ പലതും പറയും. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമല്ലോ. നിങ്ങൾ മീഡിയ പ്രവർത്തകർ മാത്രമല്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് സൈബർ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ലംഘനങ്ങൾ അവിടെ നടന്നിട്ടുള്ളത്. ഇനി ഇക്കാര്യത്തിൽ LDFിൻ്റെ ആരെങ്കിലും അത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും പരാതി കൊടുക്കണം. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം ഇക്കാര്യത്തെ സംബന്ധിച്ച് എടുത്ത നിലപാട് ശരിയല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. സാർ, വടകരയിലെ പ്രശ്നം എന്താണ്? LDFിന്റെ ജനകീയ പ്രതിരോധം മെയ് 6 തിങ്കൾ വൈകുന്നേരം 4 മണിക്ക് വടകര. പ്രമേയം എന്താണ്? സത്യം പറയുന്ന കാഫിറാക്കുന്ന വർഗീയവാദികൾക്കെതിരെ. എന്താണ് അവിടെ പ്രമേയം? അങ്ങനെ തീ പിടിപ്പിക്കുന്ന ഒരു പ്രമേയം ഇടാനും മാത്രം വടകരയിൽ ഉണ്ടായത് എന്താണെന്ന് എൻ്റെ ചോദ്യം. KT ജലീൽ MLA പറയുകയാണ്, വന്യമായ മതാവേശത്തോടെ ചെറുപ്പക്കാരും സ്ത്രീകളും ഓടിക്കൂടുന്ന കാഴ്ച, സ്ഥാനാർത്ഥിയോടുള്ള മതാഭിമുഖ്യം ഒരുതരം ഭ്രാന്തായി മാറുന്ന അവസ്ഥ. സാർ, വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയ വർത്താനല്ലേ ഇതൊക്കെ? അതിനുവേണ്ടി വടകരയിൽ എന്തുണ്ടായെന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ വർഗീയ വർത്തമാനം അവിടെ അത്തരത്തിൽ കെട്ടഴിച്ച് വിട്ടത് UDF കേന്ദ്രങ്ങളാണ്. ശൈലജ ടീച്ചർ ഒരു സെമിനാറിൽ പ്രസംഗിച്ചതിനെ അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത്തരം കാര്യങ്ങളടക്കം നടത്തിയതും മോർഫിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതും ഈ കലാപരിപാടികൾ സ്ഥിരമായി നടത്തിയതും. നമ്മൾ ഈ ഒരു മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെത് പറയുമ്പോഴേ തെരഞ്ഞെടുപ്പുകൾ വരും പോവും കാര്യങ്ങൾ ശരിയാണ്. ഒരു കാരണവശാലും വ്രണങ്ങൾ ഉണ്ടാക്കരുത്, മുറിവുകൾ ഉണ്ടാക്കിയാൽ വ്രണമാക്കരുത്. അബ്ദുറഹ്മാൻ സാഹിബിനെ ഓർമ്മയുണ്ടല്ലോ ആഷ്മിക്ക്? നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ ഏറ്റവും മതനിരപേക്ഷതയുടെ വക്താവ് കൂടിയായിരുന്നു. സമ്പത്ത് വിശ്വസിക്കുന്നുണ്ടോ സാർ? ഷാഫി പറമ്പിലിന്റെ പ്രചരണത്തിന് അവിടെ കൂടിയ ആളുകൾ വന്യമായ മതാവേശത്തിൽ തടിച്ചുകൂടിയവരാണ് എന്ന് ശ്രീ എ സമ്പത്ത് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാൻ വന്നവരെല്ലാവരും വന്യമായ മതാവേശത്തിൽ വന്നവരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ വന്യമായ മതാവേശം അത്തരത്തിൽ കൊളുത്തുന്നതിന് വേണ്ടി UDFിൻ്റെ ചില പ്രവർത്തകർ നേതാക്കന്മാരുടെ അറിവും സമ്മതവും ഒത്താശയോടും കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. സ്ഥാനാർത്ഥിയോടുള്ള മതാഭിമുഖ്യം ഒരുതരം ഭ്രാന്തായി മാറിയോ വടകരയിൽ? കാണുന്നതിന് സ്വീകരിക്കുന്നതിന് പ്രസംഗം സ്ഥാനാർത്ഥിയോടുള്ള മതാഭിമുഖ്യം ഒരുതരം ഭ്രാന്തായി മാറിയോ വടകരയിൽ? അല്ല, മാറി. CPMന്റെ MLA KT ജലീൽ പറയുന്ന വർത്താനമാണ്, ഏതെങ്കിലും RSS പറയുന്നതല്ല. അവിടെ ഏതെങ്കിലും ഘട്ടത്തിൽ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയോ സന്ദീപ് വാര്യരോ അല്ലെങ്കിൽ BJP പാർട്ടിക്കാരോ ഇത്തരം വർത്താനം പറഞ്ഞു കേട്ടോ എവിടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? സാർ, എന്റെ ചോദ്യം, എന്റെ ആശങ്കയിൽ നിന്നുള്ള ചോദ്യം, എന്നോട് ക്ഷമിക്കണം ഇടപെടുന്നത്, എന്റെ ആശങ്കയിൽ നിന്നുള്ള ചോദ്യമാണ്. തെരഞ്ഞെടുപ്പ് താങ്കൾ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയും, അത് കഴിയും അവിടുത്തെ ജനത അവിടെ സമാധാനപൂർവ്വം കഴിയേണ്ട ജനതയാണ്. അവിടെ തീക്കനൽ കോരി ഇടാവോ കാലാകാലങ്ങളിലേക്ക്? ആഷ്മി, ചോദ്യം മുഴുവൻ ഒന്ന് തീർത്താൽ എനിക്കൊന്ന് മറുപടി പറയാൻ കുറച്ചുകൂടി ഒരു സൗകര്യമാവുമായിരുന്നു. ഒരു റൗണ്ടിലെ ചോദ്യങ്ങൾ മുഴുവനൊന്ന് തീർന്നാലേ നമുക്കൊന്ന് കുറച്ചുകൂടി എളുപ്പമാവുമായിരുന്നു. KT ജലീലിനെതിരായി UDFിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴും നന്മമരം എന്നുള്ള നിലയിലേക്കും അവിടെ ഡോക്ടർ KT ജലീൽ മത്സരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലെല്ലാം ഇങ്ങനെ ഈന്തപ്പഴത്തിൻ്റെ കുരുവും സ്വർണ്ണക്കടത്തും പരിശുദ്ധ ഖുറാനും ഒക്കെ കൊണ്ട് കൊട്ടി ആഘോഷമായിരുന്നല്ലോ അല്ലേ?
കെ ടി ജലീലിനെതിരായിട്ട്. അതെല്ലാം നേരിട്ട് കൊണ്ടാണല്ലോ കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവരെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പോൾ അതിൻ്റെ പ്രീ പോൾ സർവേയും അത് കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് പോളിൻ്റെ സർവേ എല്ലാം നമ്മൾ വന്നതാണല്ലോ. അപ്പോഴും കെ ടി ജലീൽ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചും വരികയുണ്ടായല്ലോ. കെ ടി ജലീൽ അത്തരത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ വർഗീയത ആളിക്കത്തിക്കുന്നതിന് ചില ഫ്രിഞ്ച് എലിമെൻസ് എന്ന് നിങ്ങൾ പറയില്ലേ, ചില ഫ്രിഞ്ച് എലിമെൻസ് എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള അത് ചെറുതാണ് എന്ന് തോന്നാമെങ്കിലും അവർ ആളിക്കത്തിക്കുന്നത് വർഗീയതയാണ്. ആ വർഗീയതയെ തടയുക തന്നെ വേണം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വന്നിരുന്നാലും ആ നാടിൻ്റേതായ ഐക്യവും മതനിരപേക്ഷതയും ശാന്തിയും അത് നിലനിർത്തുന്നതിന് രാഷ്ട്രീയമായ പ്രവർത്തനം അനിവാര്യമാണ്. ആ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് പറയുക തന്നെ വേണം. പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി എന്താ പറയുന്നത്, മഴയെല്ലാം പെയ്ത് കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ ഇത്തരം കാര്യത്തിൻ്റെത് എന്നുള്ളത്. അതല്ല, അവിടെ അവർ ചെയ്തത് ഇന്ന ആളുകൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ അവർ ചെയ്തത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. എന്നുള്ളത് LDF-നുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ നിറവേറ്റും. ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിന്റെ പുത്രനായ ഉന്നതനായ നേതാവ് ശ്രീ എ സമ്പത്തും കരുതുന്നുണ്ടോ അവിടെ ഷാഫി പറമ്പിൽ ജയിക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ചതാണെന്ന് ശ്രീ എ സമ്പത്ത് കരുതുന്നുണ്ടോ? ഞങ്ങൾ ഈ വോട്ടിനെ ഹിന്ദു വോട്ട്, മുസ്ലിം വോട്ട്, ക്രിസ്ത്യൻ വോട്ട്, പാഴ്സി വോട്ട്, സിഖ് വോട്ട്, ജൈന വോട്ട് ഇങ്ങനെ അല്ല. സൈബർ പ്രചരണം ഞാൻ പറയാണ്. പലപ്പോഴും ഈ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം നിന്ന് ജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹം ജയിക്കൂ. സർ, നിങ്ങളുടെ സൈബർ പ്രചരണം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ സൈബർ പ്രചരണം ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങളുടെ സൈബർ പ്രചരണം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. എന്തെങ്കിലും കാരണം കൊണ്ട് ആ ചിത്രം മറ്റൊന്നായാൽ എത്ര സാമൂഹ്യ ബോധത്താൽ ഉയർന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനെയും തോൽപ്പിക്കാൻ കേവലം ചില മതചിഹ്നങ്ങൾ മാത്രം മതി. മതചിഹ്നം കൊണ്ട് മാത്രം ജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ എന്ന് ശ്രീ എ സമ്പത്ത് പറയുമോ ജയിക്കുകയാണെങ്കിൽ? ജയിക്കില്ല. ജയിക്കുന്ന ശൈലജ ടീച്ചറാണ്, ജയിക്കുന്ന ചുറ്റുകാരുവാൾ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. സർ, നിങ്ങളുടെ അതാണ് എന്റെ അഭിപ്രായം. സർ, നിങ്ങളുടെ സൈബർ പ്രചരണം ഞാൻ നിശ്ചയമായും ഉറപ്പായും ശൈലജ ടീച്ചർ ജയിക്കുമെന്നുള്ളത് MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞു. ആദ്യമായി നല്ല ലീഡ് കിട്ടുന്നതായി രാവിലെ തന്നെ അത്തരത്തിലുള്ള സന്ദേശം. സർ, നിങ്ങളുടെ സൈബർ പ്രചരണം ഞാൻ പറയാണ്. അങ്ങനെ ഉള്ളപ്പോൾ പിന്നെ എന്റെ വിശ്വാസത്തെ ഞാനെന്തിനു മാറ്റണം? സർ, നിങ്ങളുടെ സൈബർ പ്രചരണത്തിലെ മുൻകൂർ ജാമ്യം എടുക്കാൻ ഞാൻ പറയാണ്. ഞാൻ തൂങ്ങണ്ടല്ലോ. ശൈലജ ടീച്ചർ ജയിക്കുമെന്നാണ് ഞാൻ പറയല്ലേ. ജയം തോൽവി ഉണ്ടാവും, സ്ഥാനാർത്ഥികൾ വരും പോകും, അടുത്ത ഇത് ലോകം ഇന്ന് അവസാനിക്കുന്നതല്ലോ. പക്ഷേ ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മുറിവ് എത്രത്തോളം ഉണ്ടെന്ന് ആന്തരികമായെങ്കിലും അങ്ങ് അംഗീകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പോട്ടെ, അങ്ങനെ പുറത്ത് പറയുന്നില്ല.